ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് എൻ്റെ ഒരു ദിവസം, അതായത് എനിക്ക് ഓഫാണ് ഞായറാഴ്ച, ആ ഒരു ദിവസം എങ്ങനെയെന്ന് ചെറുതായിട്ട് ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ആദ്യം തന്നെ എൻ്റെ മുത്തുമണീനെ കുളിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ മെയിൻ പണി എന്ന് പറയുന്നത്. അവൾക്കായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് തേച്ച് മിനുക്കി അവളെ ഇങ്ങനെ കുറച്ച് നേരം കിടത്തും. അപ്പോൾ ചില സമയത്ത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഇപ്പം ഇത് മൂഡൗട്ടായിട്ട് കിടക്കുന്നവള് ചില സമയത്ത് ചിരിക്കും, കളിക്കും. പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൂഡായിരിക്കും ആ ടൈമിൽ ഉണ്ടാവുക. അതായത് കയ്യും കാലൊക്കെ ഇട്ടെന്ന് അനക്കി, മീൻസ് പിള്ളേർ ഏറ്റവും ഉഷാറായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഇത് അവളുടെ റൂം. ഇവിടെയുള്ള ആർട്ടിക്കിൾസ് മുഴുവൻ അവളുടേതാണ്. അതായത് ഒരു ഫുൾ റൂം നമ്മൾ അവൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പോലെയാണ്. ആളവിടെ കിടപ്പുണ്ട്. തൽക്കാലം കാണുന്നില്ല, കാരണം ഞങ്ങൾക്കും നാണമൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഞങ്ങൾ കാണിക്കുന്നില്ല. പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ഇങ്ങനെ കുറച്ച് നേരം കിടക്കും. അത് കഴിഞ്ഞ് കുളിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു സീനാണിത്. ആ സമയത്തോളം കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. നല്ലൊരു പട്ടിക്കുട്ടി അങ്ങനെയൊക്കെ പറയാമെന്ന് എനിക്കറിയത്തില്ല. ഒരു പൂച്ചക്കുട്ടി ഇരിക്കുന്ന പോലെ ഇരിക്കും. ഞാൻ അങ്ങനെയൊക്കെ ആട്ടോ അവളെ വിളിക്കുന്നത്. അത് ഇഷ്ടക്കുറവൊന്നും ഉണ്ടല്ല, ഇഷ്ടം കൂടുമ്പോൾ ഉള്ളൊരു വിളിയാണ്. അവളെ എന്നിട്ട് നല്ല റോസ് കുപ്പായമൊക്കെ ഇടിയിപ്പിച്ച്, അതായത് ഞങ്ങൾക്ക് കുറേ വിരുന്നുകാരുണ്ട് ഇന്ന്, അവർ കൊണ്ടുവന്ന കുപ്പായമൊക്കെ ഇടിയിപ്പിച്ച് നല്ല സുന്ദരിയാക്കി. പിരിവൊക്കെ അമ്മേൻ്റെ വകയാണ്, അത് ഞങ്ങളുടെ എല്ലാം. ഞങ്ങൾ ദിഗംബരം കുഞ്ഞെന്നൊക്കെയാണ് വിളിക്കുന്നത് അവൾ ഈ ഒരു ലുക്കിൽ. എന്നിട്ട് ഞങ്ങളെല്ലാവരും ഒന്ന് കാണാൻ പോവുകയാണ്. അപ്പം ഇവളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവൾ ബാക്കിയുള്ള സമയങ്ങളിൽ ഉഷാറ് കുറവായിട്ട് കിടക്കുവാണെങ്കിലും ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഉഷാറാണ്. എല്ലാവരുടെ അടുത്ത് പോകും, നല്ല ചിരി. എന്നെ കാണാൻ വരുന്നവരൊക്കെ സന്തോഷിച്ചേ പോകാവുള്ളൂ എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ്. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഭഗവാനെ. എല്ലാവരെയും കണ്ടു. ചേച്ചിയൊക്കെ അത് എൻ്റെ കസിൻ ചേച്ചി തന്നൊരു മോതിരമാണ് ഇടിപ്പിക്കുന്നത്. 28 കെട്ടിന് വന്നിട്ട് എല്ലാവരും എല്ലാ ഗിഫ്റ്റും കൊടുത്തിട്ട് പോയതാണ്. ഇത് അന്ന് വരാൻ പറ്റാത്തവരൊക്കെ ആണിവർ. അതുപോലെ ഈ ചേച്ചിയും കൊടുക്കുന്നുണ്ട്. എനിക്ക് സമ്മാനം തന്നെ എല്ലാവർക്കും നന്ദി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ ഷെയ്ക്കാൻ്റൊക്കെ പിടിച്ച് കൊടുത്ത് ചിരിയൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് എൻ്റെ മുത്തുമണി എല്ലാവരും വിടുന്നത്. യെസ്, ഞാൻ ഹാപ്പിയാണ് ചേച്ചി. പിന്നെ ഇവനാണ് ഞാനിപ്പോൾ പറഞ്ഞ കസിൻ ചേച്ചീൻ്റെ മോൻ. എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം വലിയ കമ്പനിയൊന്നും അടിക്കുന്നില്ല, ഞാൻ മാറി നിൽക്കുമായിരുന്നു. പിന്നെ ഉഷാറായി. എൻ്റെ റൂമിൽ കയറി എന്തൊക്കെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു തൽക്കാലം അവിടെ വെക്കുമ്പോൾ ഇതാ മുകളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ അവന് വേണം. അതായിരുന്നു അവൻ്റെ ആറ്റിറ്റ്യൂഡ്. അതില്ലാന്ന് പറഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം മൂഡ് ഓഫ് ആയിട്ട് നിന്നു. ഞാൻ പിന്നെ എന്നാൽ പോവാ എന്നൊക്കെ പറഞ്ഞ് പോയി. ഞാൻ പറഞ്ഞ പുറകൊക്കെ പോയി പിടിച്ചു. പക്ഷെ പിന്നെ അങ്ങോട്ട് കമ്പനി ആയിട്ടോ. എന്തോ കളിപ്പാട്ടം എന്തെങ്കിലും തരുമോ ചേച്ചി എന്ന് ചോദിച്ചു. ഞാൻ എന്ത് കളിപ്പാട്ടാണ് കൊടുക്കണ്ടേ? ഇവരെന്നെ ചേച്ചി എന്നാട്ടോ വിളിച്ച ഫസ്റ്റ് പോയിന്റ്. ഞാൻ ചേച്ചിയൊന്നുമല്ല, ആൻറ്റിയൊക്കെയാണ്. പക്ഷെ എനിക്ക് ആൻറ്റി എന്ന് വിളിക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എന്നെ സമ്മതിച്ചില്ല. പിന്നെ ഇവർ രണ്ടും കസിൻ ചേച്ചീൻ്റെ മക്കളാണ്. ഉഷാറായിരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ, ഭക്ഷണത്തിന് മുമ്പേ കസേര തപ്പിയോ കാണുന്നില്ല. എല്ലാ അമ്മയും കുഞ്ഞും എടുത്ത് വെച്ചേക്കുക. അതുകൊണ്ട് അവരുടെ ആർട്ടിക്കിൾസൊക്കെ എടുത്തെറിഞ്ഞ് ഞാൻ ആ കസേരയായിട്ട് പോകുന്നൊരു സീനാണിത് കേട്ടോ. ഇതാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് കറികൾ നിരത്തി ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇതിലൊന്നും ഞങ്ങളുടെ പങ്കാളിത്തം ഇല്ല എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇതെല്ലാം ഞങ്ങളുടെ അമ്മേൻ്റെയാണ്. മുത്തേച്ചി, ഞാനാണ് ഇവിടുത്തെ എല്ലാം ഉണ്ടാക്കിയെന്നൊരു ആറ്റിറ്റ്യൂഡ് വരുന്നുണ്ട്. ഈ അമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ, അതിഥികൾ വരുമ്പം അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം, വ്യത്യസ്തമായ വിഭവങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എൻ്റെ അമ്മേൻ്റെ മെയിൻ സന്തോഷം എന്ന് പറയുന്നത്. മുത്തച്ഛി എന്തൊക്കെയൊക്കെയോ അടുക്കള കിടന്ന് ചിരിക്കുകയോ കളിക്കുകയോ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് അമ്മേനെ ഞങ്ങൾ ആക്കുകയാണ്. അമ്മയ്ക്ക് അതുപോലും മനസ്സിലാകാത്ത രീതിയിൽ അമ്മ ടെൻഷനാണ്. കാരണം കുറേ പേര് വീട്ടിൽ വന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അമ്മ ഇങ്ങനെ നിൽക്കുക. പിന്നെ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. പക്ഷേ വില്ലനും അപ്പോഴും ഫോണിൽ കളിച്ചിരിക്കുമായിരുന്നു. അവനോട് ആർക്കും പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആരും അവരോട് മിണ്ടിയില്ല. അങ്ങനെ ഉള്ളിലെല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളെല്ലാം പുറത്തോടെ ഇങ്ങനെ വെറുതെ നടക്കുമായിരുന്നു. ആ ടൈമിൽ പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിലേക്ക് വന്നു, കാരണം ഞങ്ങളുടെ മെയിൻ ആൾ എവിടെ എന്തെടുക്കുവാന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി വന്നപ്പോൾ ഉണ്ട്. സുന്ദരിമണി ആരെയും ശല്യം ചെയ്യാതെ നല്ല റിലാക്സ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവളെയും പൊക്കി ഇങ്ങനെ എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നാ പറ്റി ഈ മുത്തേന്നൊക്കെ. എന്നെ ആരും അന്വേഷിച്ചില്ലല്ലോ എന്നൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു അവൾ കിടക്കുന്നത്. പിന്നെ കുഴപ്പമൊന്നുമില്ല, പാട്ടൊക്കെ പാടി റെഡിയാക്കി. ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും തിന്നു കഴിഞ്ഞ് പോയി, നമ്മൾ ആർക്കും വേണ്ട. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് പറയാം, ചേച്ചി എൻ്റെ അമ്മേനെ കണ്ടോ? എന്നിട്ട് പിന്നെ ഞാനും അവനും കൂടി തപ്പാമെന്ന് പറഞ്ഞ് പോകുന്നൊരു സീനാണ് ഇത്. ആൾ ഭയങ്കര ക്യൂട്ടാണ്. അതുകൊണ്ട് അവൻ്റെ ആ കളിയത്തിനൊക്കെ കൂട്ട് നിൽക്കാനും ഭയങ്കര ഒരു രസമാണ്. പിന്നെ എൻ്റെ കൈയും പിടിച്ച് രണ്ടുപേരും ഇറങ്ങി അമ്മ എവിടെയെന്ന് ചോദിച്ചിട്ട് കുറേ നാളായെന്ന് തോന്നുന്നു ഞാനിങ്ങനെ പിള്ളേരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട്. അപ്പം തന്നെ നമുക്ക് ചെറുപ്പമായൊരു ഫീൽ കിട്ടുമല്ലോ. വലിയ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയ പിന്നെ പണ്ട് ചേച്ചി എന്നൊരു കൺസെപ്റ്റിലായിരുന്നല്ലോ. അങ്ങനെ ഇതെന്താണെന്ന് വെച്ചാൽ, അവസാനം ഒരു ക്യാമറ കൊണ്ടുവന്ന് ഫാമിലി ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് എൻ്റെ അമ്മേൻ്റെ മെയിൻ സാധനമാണ്. അതാണ് ഇവിടെ നടന്നത്. ഇവളൊരു സുന്ദരിമണി കൊച്ചാണ്, മാമേൻ്റെ കൊച്ചായിരുന്നു. എല്ലാവരെയും ടാറ്റ കൊടുത്ത് സന്തോഷിപ്പിച്ച് ഞങ്ങളുടെ മുത്തുമണി വിടുന്നൊരു സീനാണിത്. അവസാനം മുത്തേച്ചിൻ്റെ ഒരു കല്യാണ ആൽബം അവരെ കാണിക്കാൻ വേണ്ടി എടുത്താണ്. അപ്പോഴാണ് ഞാനും അതൊന്നുകൂടെ വിശുദ്ധമായിട്ട് കണ്ടത്. സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, കല്യാണത്തിന് ഞാനില്ല. നേഴ്സിംഗ് പഠിച്ചത് കൊണ്ടും
ജീവിതം മൂഞ്ചിയത് കൊണ്ടും അതിന് ഞാൻ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഫോട്ടോ എന്താണെന്നറിയാവോ? കല്യാണമൊക്കെ കഴിഞ്ഞപ്പം ദൈവമേ കൈശയിലൊക്കെ കാശൊക്കെ തീർന്നല്ലോ എന്ന് എൻ്റെ അച്ഛൻ പറയുന്ന പോലെ തോന്നി. ചുമ്മാ പറഞ്ഞതാണ്. അറ്റ് ലാസ്റ്റ് എല്ലാവരും പോയി, ഞങ്ങൾ മാത്രമായി. കുറച്ച് നേരം ഞങ്ങളുടെ ഫാമിലി മാത്രം ഒന്ന് തിന്നൊക്കെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയൊക്കെ ഉള്ളൂ ഇവളുടെ ഡേ ആൻഡ് മൈ ലൈഫ് എന്ന്. ഇത്രയേ ഉള്ളൂ ഗൈസ്. രാത്രി ഞങ്ങളൊക്കെ ഒന്ന് പുറത്ത് പോയി ചായ കുടിച്ചു തിരിച്ചു വന്നു. അത്രേ ഉള്ളൂ. ബൈ.